പേരിനെ അനർമാക്കുന്ന രീതിയിലാണ് അവന്റെ ജീവിതത്തിൽ അവൻ മറ്റുള്ളവരുമായിട്ടുള്ള അവന്റെ സമീപനം എന്ന് പറയുന്നത്. അപ്പോൾ ബർന്നബാസുമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ദൈവം പൗലോസിന് കൊടുക്കുവാനിടയായെത്തുന്നത്. ദൈവം പൗലോസിന് ആദ്യം കൊടുത്ത ബന്ധങ്ങൾ എന്ന് പറയുന്നത് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസുമായിട്ടോ യാക്കോബുമായിട്ടോ യോഹന്നാനുമായിട്ടൊന്നും ആയിരുന്നില്ല. ആ ബന്ധം കൊടുക്കുവാനിടയായെത്തുന്നത് സാധാരണക്കാരനായിരുന്ന ഒരു വിശ്വാസിയായിരിക്കുന്ന ബർന്നബാസുമായിട്ടുള്ള ബന്ധമായിരുന്നു കൊടുത്തത്. എന്നാൽ ആ ബന്ധം ആരംഭിച്ചു. ആ ബന്ധം വളരെ ദൃഢമായി മാറി. നമുക്കറിയാം, ചർച്ചിനെ പരിചയപ്പെടുത്തുന്നു. ചില ഇടങ്ങളിലൊക്കെ ചെറിയ ചെറിയ അവസരങ്ങൾ ബർന്നബാസ് പൗലോസിന് കൊടുക്കുന്നുണ്ട്. സാക്ഷ്യം പറയുവാനായിട്ടുള്ള അവസരങ്ങൾ, വചനം സംസാരിക്കുവാനുള്ള അവസരങ്ങളെല്ലാം ബർന്നബാസ് പൗലോസിന് വേണ്ടി ചില അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം അപ്പോസ്തലനായിരിക്കുന്ന ഈ പൗലോസ് തർസോസിലേക്ക് മടങ്ങിപ്പോയാണ്, തന്റെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങിപ്പോയാണ്. ആ സ്വന്തം സ്ഥലത്ത് താൻ ദീർഘമായിരിക്കുന്ന വർഷങ്ങൾ താൻ അവിടെ പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും അങ്ങനെയൊക്കെ ആയിരുന്നത്. ആ സമയത്ത് അങ്ങനെയായിരുന്നു താൻ ആയിരുന്നത്. പ്രാർത്ഥനയിലായിരുന്നു, ദൈവവചന ധ്യാനത്തിലൊക്കെ ആയിരുന്നു, അങ്ങനെയാണ് ആയിരുന്നത്. എന്നാൽ ആ സന്ദർഭത്തിലാണ് അന്ത്യോക്യയിൽ ഒരു ഉണർവ് നടക്കുന്നത്. അന്ത്യോക്യ ദൈവസഭയിൽ ഒരു ഉണർവ് നടക്കുകയാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും ഉണർവ് നടന്ന ഒരു ചർച്ചാണ് അന്ത്യോക്യ ചർച്ച് എന്ന് പറയുന്നത്. അന്ത്യോക്യ ചർച്ചിൽ സാധാരണ ഉണർവല്ല നടന്നത്, ഒരു അസാധാരണമായ ഉണർവ് നടക്കുവാനിടയായിരുന്നു. ആ ചർച്ചിനെ കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഉണർവ് നടന്ന ചർച്ച ഒരു വലിയ മാതൃകാ ചർച്ചായിരിക്കും. ഒരു മാതൃകയുള്ള ഒരു ചർച്ച ആയിരിക്കും അന്ത്യോക്യയിലെ ചർച്ച എന്ന് പറയുന്നത്. നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. അന്ത്യോക്യ ചർച്ചിനെ കുറിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് 13-ാമത്തെ അധ്യായം വായിക്കുന്നത്. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമയോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവിനോട് കൂടെ വളർന്ന മനായേൽ, ശൗലി, പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ഉണർവ് നടന്ന ഒരു ചർച്ചാണ്. ചർച്ചിനകത്ത് പ്രവാചകന്മാരുണ്ടായിരുന്നു, ആ ചർച്ചിനകത്ത് ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു. അവിടെ ജനത്തെ ശരിയായ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയ ആലോചനകളും പ്രബോധനങ്ങളും, അതുപോലെ തന്നെ അവരെ ശരിയായ വഴിയിൽ ശരിയായ ദിശയിലേക്ക് അവർക്ക് ആലോചനകൾ പറഞ്ഞു കൊടുത്ത് അവർ നയിക്കേണ്ടതായിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു, അവിടെ പ്രവാചകന്മാരുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ ചർച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ആരാധിക്കുന്നവരായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ചർച്ചായിരുന്നു. അവർ ഉപവസിക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അത് മാത്രമല്ല, അവിടെ പരിശുദ്ധാത്മാവിന് വളരെയധികം പരിശുദ്ധാത്മാവിനെ അവർ ബഹുമാനിക്കുന്ന ഒരു ചർച്ചായിരുന്നു ഈ അന്ത്യോക്യയിലെ ചർച്ച് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ആ ചർച്ചിൽ നിന്നും അനേകരെ വേലയ്ക്കായിട്ട് അയക്കുന്ന ഒരു ചർച്ചായിരുന്നു ചർച്ച് എന്ന് പറയുന്നത്. വളരെ മാതൃകാപരമായിരിക്കുന്ന ഒരു ചർച്ചിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവശബ്ദം കേട്ടാൽ ആ ദൈവശബ്ദത്തെ ചോദ്യം ചെയ്യാതെ, ആ ദൈവശബ്ദം എന്തായിരിക്കുന്നുവോ ആ ദൈവശബ്ദത്തിനനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ട് നീക്കുന്ന ഒരു ചർച്ചായിരുന്നു അന്ത്യോക്യയിലെ ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ഉണർവ് നടക്കുകയാണ്. ആ ഉണർവ് നടക്കുന്ന സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ ചർച്ചുമായിട്ട് ബർന്നബാസിനെ അന്ത്യോക്യയിലെ ചർച്ചിലേക്ക് ജെറുസലേം സഭ വിടുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജെറുസലേം സഭയിൽ ബർന്നബാസ് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന്റെ കരം അന്ത്യോക്യയിലെ ചർച്ചിനകത്ത് ദൈവത്തിന്റെ കരമാണ് പ്രവർത്തിക്കുന്നത്. ദൈവകരം അവിടെ അതിശക്തമായ ദൈവകരം അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ ഇടത്തേക്ക് ജെറുസലേമിലെ സഭയിലേക്ക് ബർന്നബാസിനെ അയക്കുന്നു. അപ്പോൾ അവിടെ ബർന്നബാസ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ദൈവ കൃപ കണ്ട് താൻ സന്തോഷിക്കുവാനിടയായിരുന്നു. അസാധാരണമായിരിക്കുന്ന ഒരു ദൈവ കൃപ ആ ഇടത്ത് വ്യാപരിക്കുന്നത് എനിക്ക് കാണുവാനിടയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശ്വസിക്കുക, ദൈവം ഈ ദൈവസഭയിൽ ഒരു ഉണർവിനെ കർത്താവ് അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവം ഒരു ഉണർവിനെ ഈ ദൈവസഭയിൽ അയക്കുമെന്ന്? വിശ്വസിക്കുന്നത് ഉണ്ടെങ്കിൽ ഈ ചർച്ചക്കാരെ പഠിച്ചാൽ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ അവരെ വീണ്ടും ജീവിപ്പിക്കുകയോ എന്നുള്ള നിലവിളിയാണ് ഉണർവിനെ കൊണ്ടുവരുവാനിടയായിട്ടുള്ളത്. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ അവരെ വീണ്ടും
ജീവിപ്പിക്കുകയില്ലയോ? അർത്ഥം എന്താണ്? ചലനമറ്റ് കിടക്കുന്ന അനുഭവമാണ്. ഒരിക്കൽ അവർ ദൈവികമായിരിക്കുന്ന ജീവൻ അവരിൽ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവനില്ലാത്ത അനുഭവമായിരിക്കുന്നു. അപ്പോൾ അതിന്റെ നടുവിൽ ചിലർ നിലവിളിക്കുകയാണ്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, ചിലയിടങ്ങളിൽ ദൈവത്തിന്റെ ശേഷിപ്പുകൾ ദൈവം വെച്ചിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ കരിമരവും വെട്ടിയാൽ ഒരു സന്തതി, വിശുദ്ധ സന്തതി ശേഷിക്കുന്നത് പോലെ ഒരു ശേഷിപ്പുണ്ട്. ഒരു കൂട്ടം, ഒരു ഭൂരിഭാഗം ഇതാ അവർ ലോകത്തിൽ സന്തോഷിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒരു ചെറിയ കൂട്ടം അത് കുറുപ്രാവ് ഇരുന്ന് കുറുകുന്നത് പോലെ, വായുടെ പിളർപ്പിലിരിക്കുന്ന കുറുപ്രാവ് ഇരുന്ന് കുറുകുന്നത് പോലെ ആ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നീറി കരയുന്ന ദൈവസന്നിധിയിൽ അവരുടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടം. അതാണ് നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്, നീ അവരെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ എന്നുള്ള പ്രാർത്ഥനയാണ് ഉണർവിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ചെറിയ കൂട്ടം ഇരുന്ന് പ്രാർത്ഥിക്കുക, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ അവരെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ആ നിലവിളിയുടെ മറുപടിയാണ് ഉണർവിനെ കൊണ്ടുവരുന്നത്. അതൊരു നിലവിളിയാണ്, അതൊരു യാതനയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഒരു ആത്മഭാരമാണ്. ആത്മഭാരത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഉണർവ് എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഉണർവിനകത്തെ ഉണർവിന്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അത് മാനസാന്തരമായിരിക്കും. റിപ്പന്റൻസ് ആണ് ഉണർവിന്റെ ഒരു ലാംഗ്വേജ് ആണ്. റിപ്പന്റൻസ് എന്ന് പറയുന്നത്, മാനസാന്തരം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ ഒരു വലിയ ഉണർവ്, അന്ത്യോക്യ ചർച്ചിനകത്ത് വലിയ ഉണർവ് നടക്കുകയാണ്. ആ ഉണർവ് നടന്നപ്പോൾ അത് ജെറുസലേം ചർച്ചിലെത്തുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരുടെ ദേശത്ത് ഉണർവുണ്ടായാൽ അത് ഒരിടത്ത് ഒതുങ്ങത്തില്ല, അത് അനേക ഇടങ്ങളിലേക്ക് പടരുമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് രാത്രി ഈ ദൈവസഭയെ നോക്കി പ്രവചിക്കട്ടെ. നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, എന്നാൽ താഴ്വരയിൽ നിങ്ങൾ കുഴികൾ കുത്തുവാൻ തയ്യാറാകുന്ന പക്ഷം യേശുവിൻ നാമത്തിൽ വെട്ടിക്കളഞ്ഞ കുട്ടിക്കകത്തു നിന്നും വൃക്ഷത്തെ വെട്ടിക്കളഞ്ഞു, എന്നാൽ അതിന്റെ കുട്ടി വീണ്ടും പൊട്ടിക്കിളിർക്കുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ ഇതിനകത്ത് തണുപ്പുണ്ടായിരുന്നു, ഒരു കാലഘട്ടത്തിൽ ഇതിനകത്തിരിക്കുവാൻ വലിയാളുള്ള ജനമുണ്ടായിരുന്നു, എന്നാൽ അത് വെട്ടിക്കളയപ്പെട്ടു. പരിശുദ്ധമായിരുന്നു. വെട്ടിക്കളഞ്ഞ കുട്ടിക്കകത്തു നിന്നും ഒരു മുള പൊട്ടി പുറപ്പെടുന്നത് പോലെ ചില പുത്തൻ മുളകളിനകത്ത് പൊട്ടി പുറപ്പെടുകയാണ്. കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, താഴ്വരയിൽ കുഴികൾ കുത്തുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം താഴ്വരകളെ നിറയ്ക്കുവാൻ പോവുകയാണ്. ഈ ഇടത്ത് ദൈവം നിറയ്ക്കുവാൻ പോവുകയാണ്. ഈ ഹോളിനെ കർത്താവ് നിറയ്ക്കുവാൻ പോവുകയാണ്. ഈ ഇടത്തു നിന്ന് ഉണർവ് വ്യാപരിക്കുവാൻ പോവുകയാണ്. ജനത്തെ പരിശുദ്ധാത്മാവ് തൊടുവാൻ പോവുകയാണ്. ഈ ഇടത്തുള്ള ജനത്തെ ദൈവം തൊടുവാൻ പോവുകയാണ്. ഇടത്തേക്ക് ജനം കടന്നു വരുവാൻ പോവുകയാണ്. തെക്കു നിന്നും വടക്കു നിന്നും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും യേശുവിന്റെ നാമത്തിൽ ജനം കടന്നു വരുവാൻ പോവുകയാണ്. പൈശാചിക മണ്ഡലങ്ങൾ ദിക്കുകളെ കെട്ടിയത്, യേശുവിന്റെ നാമത്തിൽ പൈശാചിക മണ്ഡലങ്ങൾ ദിക്കുകളെ കെട്ടിയത്, നിങ്ങൾ ഭൂമിയിൽ ലയിക്കുന്നത് ആത്മതലങ്ങളിൽ ലയിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ ഈ ദൈവസഭയ്ക്ക് വിരോധമായി ഞാൻ സമയപ്പടി പാതാള ഗോപുരങ്ങളെ ചെയ്യില്ല എന്ന ദൈവവചനത്താൽ ദിക്കുകളെ കെട്ടിയത് യേശുവിന്റെ നാമത്തിൽ അറിയപ്പെടും.
ഘോഷിക്കുക, ഘോഷിക്കുക. ഏകാകിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. പരിശുദ്ധമോ പ്രവചിക്കുകയാണ്. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ. കടുത്തുകളെയരുത്. നിന്റെ കയറുകളെ നീട്ടുക. നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നീ ഇടത്തേക്കും വലത്തേക്കും പറക്കും. നിന്റെ സന്തതി ജാതികളെ ദേശം കൈവശമാക്കി ശൂന്യനഗരങ്ങളിൽ നിവാസികളെ സ്ഥാപിക്കുകയും ചെയ്യും. മാത്രം തലയണയാണ്. ആത്മമണ്ഡല വീടിനകത്ത് തുറക്കുകയാണ്, 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 തുറക്കുകയാണ്. കുന്നൊന്ന് കുന്നിരണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഴുതയുടെ പച്ചത്താഴി എന്നുകൊണ്ട് ശിംശോൻ എന്ന് പറയുന്ന ദൈവദാസൻ ഫെലിസ്ത്യരെ കൊന്നു വീഴ്ത്തി. പക്ഷേ അവനിലൂടെ ജയമുണ്ടായി. പക്ഷെ ശിംശോൻ നിലവിളിക്കുകയാണ്, പിതാവേ, എന്നിലൂടെ ഒരു മഹാജയം അങ്ങയുടെ ജനത്തിലുണ്ടായി. ദൈവജനത്തിൽ ഉറവ തുറക്കുകയാണ്, ഉറവ തുറക്കുകയാണ്. അത് പ്രതീക്ഷയേറ്റുപോയ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അനേകർ കുടിച്ച് അതിൽ നിന്നും ചൈതന്യം പ്രാപിക്കുന്ന നിലവാരത്തിൽ ലേഹിയിൽ ഒരു കുഴി പിളർന്നതുപോലെ ഈ ദൈവസഭയിൽ ദൈവം ഒരു കുഴി പിളർക്കുകയാണ്. ഒരു കുഴി പിളർന്നു വരികയാണ്. അതിനകത്ത് കുടിച്ച അനേകർ ചൈതന്യം പ്രാപിക്കും, അനേകർ ജീവനിലേക്ക് കടന്നു വരും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു വേലി പൊളിച്ചു മാറ്റുകയാണ്. ആളുകളായി ഇതിന്റെ മുമ്പിൽ കെട്ടിയ ഒരു വേലി, അദൃശ്യമായിരിക്കുന്ന ഒരു വേലി ദൈവത്തിന്റെ ഭൂതത്താൽ ഇറങ്ങി പൊളിച്ചു മാറ്റുകയാണ്. കെട്ടിയോട് കടിക്കരുത്, ഇടയ്ക്കിനോട് വിട്ടുതരികയോ ദൈവത്തിന്റെ
ശുശ്രൂഷകൾക്കായി അനേക ദേശങ്ങൾ അഭിഷിക്തൻ സഞ്ചരിക്കാൻ പോയ അനേകരുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളും അനേകർക്ക് വേണ്ടിയുള്ള ആലോചനകളുമായി ദൈവം അയക്കുവാൻ പോയ ദൈവം ശോഭേനോട് പറഞ്ഞു, നീ അരകെട്ട് തൈലപാത്രം എടുക്ക്, കൊമ്പിൽ തൈലം നിറയ്ക്ക്, നീ പുറപ്പെട്. ചിലതിന് അഭിഷേകം ചെയ്യുവാൻ, ചിലതിനോടുള്ള ദൂത് പറയുവാൻ ദൈവാത്മാവ് പറയുന്നു, പുറപ്പെടുക. ഒരു പുറപ്പാടിന്റെ സീസൺ ദൈവാത്മാവ് തുറക്കുകയാണ് ദൈവദാസന്റെ മുമ്പിൽ. യേശുവിന്റെ നാമത്തിൽ രാത്രി ദൈവം ഡോർ തുറക്കുകയാണ്. ശുശ്രൂഷകൾക്കായി പുറപ്പെടുക. കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു വഞ്ചി, ആ വഞ്ചിയുടെ കയറടിച്ച് ആ വഞ്ചി ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് പോകുന്നത് പോലെ അനേക ദേശങ്ങൾ സഞ്ചരിക്കാൻ പോയ അനേക രാജ്യങ്ങളുടെ വാതിലുകൾ കർത്താവ് തുറക്കുകയാണ്. രാത്രി ദൂത് വിശ്വസിച്ച് സംഭവിക്കുവാൻ പോയ അറിയാത്ത ഭാഷക്കാരുടെ നടുവിൽ രാജാക്കന്മാരുടെ പന്തിക്കകത്ത് അർഹതയില്ലാത്ത അഭിഷിക്തനെ ഞാൻ നിന്റെ അഡ്രസ് മാറ്റും, ഞാൻ നിന്റെ അഡ്രസ് മാറ്റും. അഡ്രസ് ദൈവം മാറ്റും. വാസസ്ഥലങ്ങളുടെ ദൈവം ഭാവിയിൽ മാറ്റും. തിരുജനം പ്രബന്ധനാഥിരപ്രവാദനാഥ വിശാലതകൾ നൽകിത്തരും. അതിനുകളെ ഞാൻ വിശാലമാക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓഗസ്റ്റ് മാസവുമായി ബന്ധപ്പെട്ട് വലിയ വിടുതലുകൾ നടക്കുകയാണ്. ഓഗസ്റ്റ് മാസവുമായി ഈ മാസവുമായി ബന്ധപ്പെട്ട് വിടുതലുകൾ നടക്കും. ഒരു പ്രവാചക ശബ്ദമായി ഒരു കാഹളം ദൈവം കരത്തിൽ തരികയാണ്. ഒന്നുകൊണ്ട് കാഹളം ഊതും. കാഹളം കൂടി ജനത്തെ വിളിച്ചു വരുത്തുന്നത് പോലെ ഈ നാളുകളിൽ ജനത്തെ വിളിച്ചു വരുത്തും. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പൈശാചിക മേഖല ആധിപത്യം ഉറപ്പിക്കുവാൻ വേണ്ടി ഉന്നം വെച്ചിരിക്കുന്ന ഒരു മേഖലയെ ഈ സമയത്ത് ദൈവത്തിന്റെ ദൂതനിറങ്ങി തകർക്കുന്നു. ഈ മേഖലയുമായി, ഈ ദേശവുമായി, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പൈശാചിക മണ്ഡലം അതിന്റെ ഒരു പോർട്ടൽ തീർക്കുവാൻ വേണ്ടി, അതിന്റെ ഒരു പോർട്ടൽ അതിന്റെ വാതിൽ തുറക്കുവാൻ വേണ്ടി പൈശാചിക മേഖല ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയെ ദൈവത്തിന്റെ ദൂതനിറങ്ങി ഇന്ന് രാത്രി തകർക്കുകയാണ്. സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ആ വിഷയത്തിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട് സ്ഥലവുമായി ബന്ധപ്പെട്ട് കാര്യത്തിനകത്ത് കർത്താവ് വിടുതൽ കർത്താവായിരിക്കും. അപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത് അന്ത്യോക്യയിലെ ചർച്ചിനകത്ത് ഉണർവ് നടക്കുന്നു. ആ ഉണർവ് നടന്ന സന്ദർഭത്തിൽ ബർണബാസ് ഒരു കാര്യം മനസ്സിലാക്കി. ഈ ഉണർവിലേക്ക് പൗലോസിനെ കണക്ട് ചെയ്യും. ആ ഉണർവിലേക്ക് പൗലോസിനെ കണക്ട് ചെയ്താൽ അവൻ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടും. ആ ഉണർവുമായി ദൈവം ബർന്നബാസ് മുഖാന്തരം ആ ഉണർവിനകത്തേക്ക് പൗലോസിനെ ബന്ധം. ആ ബന്ധം ഒരു വാതിലായിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ രഹസ്യം അതാണ്.
ബർണ്ണബാസും പൗലോസും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോയിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കുകയില്ല. പക്ഷെ മുറിഞ്ഞു പോകാത്തതിനാൽ പ്രിയപ്പെട്ടവരെ ആ ഉണർവ് നടക്കുന്ന ഒരു ഇടത്തേക്ക് ഒരു അവസരം കിട്ടുകയാണ്. ഈ ദിവസം ചില അവസരങ്ങൾ ദൈവം തുറക്കും. പരിശുദ്ധാത്മാവ് ഇവിടെ ഒതുങ്ങിയിരിക്കേണ്ട വ്യക്തിയല്ല. ഷൂവിനെ കർത്താവ് മാറ്റുകയാണ്. ജോസഫിന്റെ ഷൂവിനെ ദൈവം മാറ്റിയതുപോലെ, ജോസഫിന്റെ ചെരുപ്പിനെ ദൈവം മാറ്റിയതുപോലെ ദേവദാസിന്റെ ചെരുപ്പിന്റെ ഷൂവിനെ ദൈവം മാറ്റുകയാണ്. Glory to God. Asiketi makarushna fire. Is katoshka diastas. Marki makrodamushka divoshas. Ela batirikasta seina diastas. യേശു ക്രിസ്തുവിന്റെ രക്തത്താലും മതത്താലും. Glory to God. പ്രിയപ്പെട്ടവരെ, അവിടെ ആ ബർണ്ണബാസ് അദ്ദേഹത്തെ കൊണ്ട് ഉണർവിനകത്തേക്ക് നമ്മൾ ചോദിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഉണർവിനത്തിൽ അവസരമാണ്. അതിനകത്തേക്ക് തന്നെ ചെന്ന് അവിടെ നിന്നുമാണ് പൗലോസ് പുറത്തു വന്നത്. ചില ഉണർവുകളാണ് ചിലരെ പുറത്തു കൊണ്ടുവരുന്നത്. ചില ഉണർവുകൾക്കകത്തേക്ക് കയറുമ്പോഴാണ് ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരുന്നത്. വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഒരു ഉണർവിനെ കുറിച്ച്, നിങ്ങൾ വെയിൽസിന്റെ ഉണർവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. വെയിൽസിൽ നടന്ന ഉണർവ് 1904 അസൂസയിൽ ഉണർവിന് തൊട്ട് മുമ്പായിട്ട് വെയിൽസിൽ ഉണർവാണ്. വെയിൽസിൽ ഉണർവ് നടക്കുന്ന സന്ദർഭത്തിൽ ആ ഉണർവിനെ കുറിച്ച് മുക്തി മിഷനിൽ നാളുകളായി പ്രാർത്ഥിക്കുകയാണ്. മുക്തി മിഷൻ പണ്ഡിത രമാഭായിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് വെയിൽസിൽ ഉണർവ് നടക്കുന്നു എന്നുള്ള ഒരു കേൾവി കേട്ടത് പണ്ഡിത രമാഭായി. ആ കേൾവി കേട്ടു. ആ കേൾവി കേൾക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നല്ല ഈ കർത്താവിന്റെ ദാസിയായിരിക്കുന്ന പണ്ഡിത രമാഭായി തന്റെ മകളായിരിക്കുന്ന മനോരമ എന്നാണ് പണ്ഡിത രമാഭായിയുടെ മകളുടെ പേര്. മനോരമയും അതുപോലെ തന്നെ അംബ്രോസ് എന്ന് പറയുന്ന ഒരു ലേഡിയും ഉണ്ടായിരുന്നു, ഒരു സുവിശേഷം ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും ആ കർത്താവിന്റെ ദാസി വെയിൽസിലേക്ക് അയക്കുവാനിടയായിരുന്നു. വെയിൽസിലേക്ക് അയച്ചിട്ട് പറയുക എങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ പോകണം. എങ്ങനെയാണ് അവിടെ ഉണർവ് സംഭവിച്ചത്? Praise God. Glory to God. Praise God. പാസ്റ്റർ കർത്താവിനെ കാണിക്കുന്നു. ഇന്ന് മുതൽ പാസ്റ്ററിനോട് ഒരു ദൂതൻ, ഒരു പ്രത്യേകമായിരിക്കുന്ന ദൂതൻ ഇന്ന് മുതൽ പാസ്റ്ററിനോടൊപ്പം ഉണ്ടായിരിക്കും. പാസ്റ്ററിന്റെ കൂടെ നേരത്തെ ദൂതൻ ഇല്ലെന്നല്ല അർത്ഥം. ദൂതൻ ഉണ്ടായിരിക്കും. പുതിയ ഏഞ്ചൽ ഇന്ന് മുതൽ പാസ്റ്ററിനോട് കൂടെ കടന്നു വരുന്നത് കാണിക്കുന്നു. അപ്പോൾ തന്നെ ഈ മനസ്സിലാക്കി കഴിയുന്നു. പാസ്റ്റർ ഇടതുവശത്ത് ആ ഏഞ്ചൽ ഇരിക്കുന്ന കർത്താവിനെ ഈ ഇടത്ത് നിന്ന് നിങ്ങളെ പറിച്ചു കളയുവാൻ വേണ്ടി, ഈ ഇടത്ത് നിന്നും ഇത് ഇവിടുന്ന് എന്താണ് കുറ്റിയും പറിച്ചു പോകത്തക്ക നിലവാരത്തിൽ ഇല്ലെങ്കിൽ, ഇത് പോകുന്നില്ല എങ്കിൽ ഇതിന് ഒരു വളർച്ച ഉണ്ടാകരുത്. നമുക്ക് ഈ ബോൺസായി വൃക്ഷമുണ്ടല്ലോ, ബോൺസായി വൃക്ഷം അങ്ങനെ തന്നെയാണ്. അതിന് വളർച്ചയൊന്നുമില്ല. കണ്ടാൽ ആൽമരമാണ്, പക്ഷെ വളർച്ചയില്ല എന്നതുപോലെ ഒന്നില്ലെങ്കിൽ ഇത് ഇവിടുന്ന് പറഞ്ഞു പോകണം. അല്ലെങ്കിൽ ബോൺസായി വൃക്ഷം പോലെ അതിന് വളർച്ച ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് പൈശാചിക മേഖലകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ആ പദ്ധതി ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ശക്തികൾ, ആ മാന്ത്രിക ശക്തികൾ ഇന്ന് രാത്രി അതിന്റെ ശക്തി ഇന്ന് രാത്രി തകരുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിന്റെ ദൈവത്തിന്റെ തീ ഇറങ്ങുകയാണ്. Jesus. Blood of Jesus. യേശുവിന്റെ രക്തം വചനം. Praise God. Glory to God. അപ്പോൾ അയക്കുകയാണ്, ആ ഇടത്തേക്ക് അയക്കുന്നു. അപ്പോൾ പറഞ്ഞുവിട്ട കാര്യം ഇതായിരിക്കുന്നു. അവിടെ വെയിൽസിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഈ ഉണർവ് നടക്കുന്നത്, അത് നിങ്ങൾ പഠിക്കണം. പഠിച്ചതിന് ശേഷം ഞാൻ പുസ്തകത്തിൽ വായിച്ചെങ്ങനെയാണ് പണ്ഡിത രമാഭായി തന്റെ മകളോടും അതുപോലെ തന്നെ സുവിശേഷകയായിരിക്കുന്ന മിനി അംബ്രോസിനോട് പറയുകയാണ്, നിങ്ങൾ അത് പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നിങ്ങൾ അവിടുന്ന് പ്രാപിച്ചു കൊണ്ടുവരണം. ചിലത് നിങ്ങൾ പഠിക്കുക മാത്രമല്ല, ചിലത് നിങ്ങൾ പ്രാപിച്ചു കൊണ്ടുവരണം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ചിലത് സ്വീകരിച്ചു കൊണ്ടുവരണം. ചിലത് പ്രാപിക്കുന്ന സമയങ്ങളുണ്ട്. പ്രാപിച്ചിട്ട് ഞാൻ കർത്താവിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്യുന്നത്. കർത്താവിൽ നിന്നും
പ്രാപിക്കുന്ന ഒരു സീസൺ പറയുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹമാണ് ഞാൻ നിന്റെ പേരിനെ വലുതാക്കുമെന്നുള്ളത് പറയുന്നു. ഒരു ഡാം, കെട്ടിക്കിടക്കുന്ന ഒരു ഡാം, അത് തുറന്നു വിടുന്നത് പോലെ ദൈവാത്മാവ് തുറന്നു വിടുവാൻ പോയ Hallelujah, 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 hallelujah. Har bar ma shekhara ka tanadra ka dhoma और भी घास पे ना रवास मार दे कोना और भी लेवट का धनास पे ना रत्न नादर का धनादि और प्रभु मच्छरम धनादर का दोरी जरो लगा मरकड़ चलादर गुडम दरे 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 का देखो दरा मच्छरनादर का दोरी वलकड़ चलम दरा का दोमा पे मच्छरनादर विराट നിങ്ങൾ പഠിക്കുകയും ചെയ്യണം, പ്രാപിക്കുകയും ചെയ്യണം. പഠിക്കുകയും ചെയ്യണം, പ്രാപിക്കുകയും. ഈ ഇടത്ത് ഇടമുറിയാതെ പ്രാർത്ഥനകൾ നടക്കാൻ പോയ ഇടമുറിയാതെ പ്രാർത്ഥനകൾ നടക്കാൻ അനേക ഈ ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ഇടത്തേക്ക് പ്രാർത്ഥിക്കാൻ ആൾക്കാർ വരാൻ മുഴുരാത്രി പ്രാർത്ഥനകൾ ഇതിനകത്ത് ഒരിക്കൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്ക് കത്തും ഇടയ്ക്ക് കെട്ടുപോകുന്ന അനുഭവത്തിൽ നിന്നും നിരന്തരം യാഗപീഠത്തിലെ വിളക്കുകൾ കണയാതെ കത്തിക്കൊണ്ടിരിക്കണമെന്ന് അണയാതൊരു അഗ്നി കത്തുന്നത് ഒരു ശൗവേലിനെ ദൈവം പുറത്തു കൊണ്ടുവന്നതുപോലെ ഒരു മകനെ കർത്താവ് പുറത്തു കൊണ്ടുവരുന്നു. ജയ എന്ന് പറയുന്ന നഷ്ടത്തില് അതിലുണ്ട് ജയ എന്ന് പറയുന്ന ജോയ് എന്ന് പറയുന്ന പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ജോയ് ജോയ് എന്ന് പറയുന്ന ജോയ് എന്ന് പറയുന്ന ഒരു പേര് പരിശുദ്ധാത്മാവിനോട് പറയും. ജോയലിനെ തലമുറയ്ക്കകത്ത് ഒരാളെ കർത്താവ് ഷൗമേലിനെ കർത്താവ് ഷൗമേൽ ബാലിനെ ഉപയോഗിച്ചതുപോലെ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സമയമാകുമ്പോൾ കർത്താവ് അതിനൊരാളെ ഷൗമേലിനെ പോലെ കർത്താവ് പുറത്തുകൊണ്ട് എന്താണ് പറഞ്ഞു വിട്ടത്? നിങ്ങൾ കാണുക മാത്രമല്ല, അതിനെക്കുറിച്ച് പഠിക്കുക മാത്രമല്ല, നിങ്ങൾ അതിനെ പ്രാപിക്കുകയും പ്രാപിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ വാക്കുകൾ എടുത്ത് അവർ പോയി. അവരവിടെ ചെന്നപ്പോൾ അവരുടെ കാര്യം മനസ്സിലായി. ഈ ഉണർവുകൾ നടക്കുന്നതിന്റെ വലിയ രഹസ്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ് ഉണർവിനെ കൊണ്ടുവരുന്നത്. പ്രസംഗമല്ല ഉണർവിനെ കൊണ്ടുവരുന്നത്, പ്രാർത്ഥനയാണ്. പക്ഷെ പ്രാർത്ഥന പ്ലസ് പ്രീച്ചിങ്ങിൽ വരാൻ സാധിക്കും. പ്രാർത്ഥനയാണ് ഉണർവിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി പ്രാർത്ഥന. പക്ഷെ അത് മാത്രമായിരുന്നില്ല, അവർ അതിൽ പങ്കാളികളാകുകയും അവർ അതിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു. ആത്മാവിൽ അവർ ചെന്ന് സ്വീകരിക്കുവാനാണ് സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചു വന്നതിന് ശേഷമാണ് അവര് അവിടെ ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത്
പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഒരു 3 മണിയാകുന്ന സമയത്ത് 1905 3 മണിയാകുന്ന സമയത്ത് ഒരാൾ ഓടി വന്നിട്ട് ഈ മിനിയം പോസ്റ്റർ പറയുകയാണ്, ഇന്ന റൂമിൽ തീ പിടിക്കുകയാണ്, ആ റൂം കത്തുകയാണ്. മിനിയം പോസ്റ്റർ ഒരു കുടം വെള്ളവുമായി ഓടുകയാണ് രാവിലെ 3 മണിക്ക്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അനിഷ്പാസ് ദൈവം ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുകയാണ്, നിനക്ക് ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാൻ തയ്യാറായ എന്റെ മഹത്വം ഞാൻ നിന്നിൽ വെളിപ്പെടുത്തും. ചില ഫോൺ നമ്പറുകളെ കട്ട് ചെയ്യും, എന്നിട്ട് എന്റെ ബലമുള്ള കൈക്കീഴിൽ താണ ഞാൻ എന്റെ കരങ്ങളിൽ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഫോൺ നമ്പർ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതാണ് ചില പ്രയോജനമില്ലാത്ത. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മുന്നിൽ ഒത്തിരി പേര് നമ്പറുകൾ ഞാൻ കട്ട് ചെയ്തു. ഒത്തിരി പേര് നമ്പറുകൾ കട്ട് ചെയ്തു. എനിക്ക് കർത്താവ് നമ്പറൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ പോയി. ഒത്തിരി പേര് നമ്പർ ഞാൻ ഡിലീറ്റ് ചെയ്തു. കാരണം എന്താ പറയുക, പ്രയോജനമില്ല. വിളിച്ചു കഴിഞ്ഞാൽ ചിലർ വിളിച്ചിട്ട് ആദ്യം കുറ്റമേ പറയുന്നത്, നമുക്കത് കേൾക്കാൻ സമയമില്ല. എനിക്ക് അത്രയും സമയം ഉണ്ടെങ്കിൽ ഒന്നിനും എൻ്റെ പിള്ളേരോട് ചിലത് കട്ട് ചെയ്യും. നമ്മൾ ചിലത് കട്ട് ചെയ്താൽ ശരിയായി നമ്മളുമായിട്ട് ജോയിൻ ചെയ്യും. സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം. Glory to God. Hallelujah. Hallelujah. Glory to God. അനിഷ്പാസിനെ ദേവദാസിന്റെ കർത്താവ് ഒരു ക്യാമറ തരാം. അപ്പോൾ അവർ ഓടുകയാണ്. ഓടിച്ചെന്ന് വെള്ളം ഒഴിക്കുന്നത് അവർക്ക് കാര്യം മനസ്സിലായി, ഈ വെള്ളം ഒഴിച്ചുകൊണ്ട് കെട്ടുപോകത്തില്ല. കാരണം ഇത് വെള്ളം ഒഴിച്ചാൽ കെടുന്ന തീയല്ല, പരിശുദ്ധാത്മാവിന്റെ വെള്ളം കൊണ്ട് കെടുന്നതല്ല, ഇത് വചനത്തിന്റെയും ആത്മാവിന്റെയും യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വെള്ളം കൊണ്ട് കെടുന്നതല്ല, വെള്ളം കൊണ്ട് കെടുത്തിക്കളയാൻ പറ്റത്തില്ല. ഈ സമയത്ത് ഒരു ചെവിക്ക് വേദനയുള്ള വ്യക്തി കൈവർത്തിക്കും. ഒരു ചെവിക്ക് വേദനയുള്ള വ്യക്തി ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആ വേദന വന്നിട്ട് ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് വേദന. അപ്പൊ എന്താണ് ഇത്, അങ്ങനെ കെടുത്താൻ പറ്റത്തില്ല. അപ്പോഴവർക്ക് മനസ്സിലായത്, ആ സഹോദരി വന്നു ദീർഘമണിക്കൂർ. അതാണ് നമ്മുടെ കാര്യം മനസ്സിലാക്കുക. നമ്മിലേക്ക് ദൈവം ചിലത് പകർന്നു തന്നതിന് ശേഷം നമ്മൾ ദൈവം ചിലത് നമ്മൾ പകർന്നു തരും. ആ പകർന്നു തരുന്ന ടൈമിൽ തന്നെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് കയറും. വേദപുസ്തകം പറയുന്നത് യേശു ക്രിസ്തു യോർദാനിൽ സ്നാനമേൽക്കുമ്പോൾ യേശു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ യേശു നിറയപ്പെട്ടിട്ട് പിന്നെ യേശു ക്രിസ്തു നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാൽ തന്നെയാണ്. യേശു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ആത്മാവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. നമ്മിൽ ഒരു ദൈവസ്പർശനം, ദൈവിക സ്പർശനം, ദൈവത്തിൽ നിന്നുള്ള ചില പ്രത്യേകമായിരിക്കുന്ന ഇടപെടലുകൾ, എൻകൗണ്ടറുകൾ അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന സ്പർശനങ്ങൾ ഉണ്ടായാൽ നമ്മൾ ആ ടൈമിൽ തന്നെ പ്രാർത്ഥനാമുറിയിൽ കയറും. യേശുവിന്റെ മേൽ നിറവുണ്ടായി. യേശുവിന് മനസ്സിലായി ഇന്ന് വരെ സംഭവിക്കാത്ത കാര്യമാണ്. യേശുവിന്റെ മേൽ ആ നിറവുണ്ടായപ്പോൾ യേശു എന്താ ചെയ്യുന്നറിയാമോ? യേശു നേരെ പ്രാർത്ഥനയുടെ മരുഭൂമിയിലേക്ക് കയറി. പ്രാർത്ഥനയുടെ മരുഭൂമികളിലേക്ക് കയറട്ടെ. പ്രാർത്ഥനയുടെ മരുഭൂമികൾ എന്ന് പറയുന്നത് അവിടെ ബന്ധപ്പെടുവാൻ ആരുമില്ല, സംസാരിക്കുവാൻ ആരുമില്ല, കാര്യങ്ങൾ പറഞ്ഞിരിക്കുവാൻ ആരുമില്ലാതെ ആ യേശു നാം മാത്രമായി, ദൈവം നാം മാത്രമായി ഈ ദിവസങ്ങളൊന്ന് വേർതിരിക്കാൻ ഇടയായി തീർന്ന ഈ ദിവസങ്ങൾ ദൈവ സന്നിധിയിൽ കൂടുതലായി സമയങ്ങളൊന്ന് വേർതിരിക്കുവാൻ തയ്യാറായ യേശു നാമത്തിൽ മോശ
ദൈവശബ്ദം കേട്ട് പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ജനത്തിന് അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ മുഖം ദൈവികമായിരിക്കുന്ന തേജസ്സിനാൽ പ്രകാശിക്കപ്പെട്ടതുപോലെ ഈ ദിനങ്ങൾ ചിലർ ദൈവികമായിരിക്കുന്ന പ്രകാശത്താൽ ചിലർ പുറത്തു വരുവാൻ പോവുകയാണ്. Glory to God. കർത്താവിനെ സ്തുതിച്ചാൽ കർത്താവിനെ കാണിക്കുന്നത് ചില വിലയേറിയ മുത്തുകൾ ഏൽപ്പിക്കുന്നത് പോലെ ചില വിലപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസം ഈ രാത്രി കർത്താവ് അഭിഷിക്തന് കൈമാറുകയാണ്. കർത്താവിനെ സ്തുതിച്ചാൽ അവർ എന്താ സംഭവിച്ചവർ ആ സഹോദരി പ്രാർത്ഥനയിൽ ഇരിക്കുവാനിടയായിരുന്നു. അത് പിന്നെ ഒരു വലിയ ഉണർവാണ്. ഉണർവിനെ കുറിച്ച് മുക്തി മിഷനിൽ നടന്ന ഉണർവ്, പക്ഷെ ആ മുക്തി മിഷനിൽ നടന്ന ഉണർവ് നടന്നപ്പോൾ പല കാര്യങ്ങളും സംഭവിച്ചു. അവർ വാവിട്ട് കരയാൻ തുടങ്ങി. അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. അതങ്ങനെയാണ് പരിശുദ്ധി. നമ്മൾ ഉറങ്ങുന്ന ടൈമിനകത്താണ് നമുക്ക് ഉറക്കം വരുന്നത്. നമുക്ക് എവിടെ ഉറക്കം വരുന്നത്? സമയത്തിനകത്താണ്. പക്ഷെ നമ്മൾ സമയത്തിന് പുറത്തു പോയാൽ ഉറക്കമുണ്ടോ? ഉറക്കമില്ല. ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത് ഒരിക്കലും നമ്മളായിട്ട് ചെയ്യുന്ന കാര്യമല്ല, പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന കാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്നതിന്റെ പിന്നിലെ കാര്യം എന്ന് പറയുന്നത് അത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തുന്നതാണ്, ഉറക്കത്തെ എടുത്ത് മാറ്റുന്നതാണ്. അപ്പോൾ പക്ഷെ അവർ അങ്ങനെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ പോലും പല കാര്യങ്ങളും അവർ തുറന്നു പറയാൻ ഭയപ്പെടുവാനിടയായിട്ട്, കാരണം തുറന്നു പറയുവാനായിട്ട് അവർക്ക് കഴിയാത്തതായിരിക്കുന്ന ദൈവശക്തിയും ആത്മാ സാന്നിധ്യവും ആത്മാവിന്റെ പകർച്ചകളും അവരുടെ നടുവിൽ നടന്നു. കുട്ടികളെല്ലാം 12,000 കുട്ടികളെല്ലാം ആത്മശക്തിയിൽ പിടിക്കപ്പെട്ടു. ഈ ദിവസങ്ങൾ തലമുറകളെല്ലാം ആത്മശക്തിയിൽ പിടിക്കപ്പെടണം. നമ്മുടെ എല്ലാവരുടെയും തലമുറകൾ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ടു. കുട്ടികൾ ഇതുവരെ നിങ്ങൾ അഭിഷേകം പ്രാപിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. അഭിഷേകം പ്രാപിക്കുവാൻ വേണ്ടി തന്നെ ദൈവത്തിൽ ഉപവസിച്ച് നിങ്ങളും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പക്ഷെ അവർ ആ കാര്യങ്ങൾ അടക്കി വെക്കുവാനിടയായിത്തീർന്നു. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്നും ലോകവ്യാപകമായ ഉണർവ് യഥാർത്ഥത്തിൽ പുറപ്പെടേണ്ടിയിരുന്നു. പക്ഷേ പണ്ഡിതരമാഭായി അതിനെ അടക്കി വെക്കുവാനിടയായിത്തീർന്നതിനാലാണ് ദൈവം അതിനെ വില്യം ജെ സെയ്മൂറിലേക്ക് കൈമാറി. വില്യം ജെ സെയ്മൂറിലൂടെ കർത്താവ് ഹല്ലേലൂയ ലോകവ്യാപകമായ ഉണർവിന്റെ വക്താവായ ദൈവം വില്യം ജെ സെയ്മൂറിനെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി. ദൈവ ദിവസങ്ങൾ ഒരു ഉണർവിന്റെ വായായി ശബ്ദമായി എത്ര പേർ വിശ്വസിക്കുന്നു? ഉണർവിന്റെ ശബ്ദമായി മാറുവാൻ നിങ്ങൾ എവിടെ ചെന്നാലും ഉണർവായിട്ട് മാറും. നീ അസ്ഥിത്താഴ്വരയിൽ നിന്നാൽ അത് ഉണർവായി മാറും. അസ്ഥിത്താഴ്വരകൾ നീ മുഖാന്തരം എഴുന്നേറ്റ് വലിയ സൈന്യമായി മാറും. ഈ ദിവസങ്ങൾ അനീഷ് പാഷ കർത്താവിനോട് പറയുന്നു, അനീഷ് പാസ്റ്ററിലൂടെ ഒരു കൂട്ടം തലമുറയെ എഴുന്നേൽപ്പിക്കാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയത്തിലെ ഒരു പോയിന്റ് ആണെന്ന് കർത്താവ് പറയുന്നു. ദേവദാസനിലൂടെ ഒരു തലമുറ എഴുന്നേൽക്കുവാൻ പോയ തലമുറയെ അഭിഷേകത്തിന്റെ ശക്തിയാൽ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പറയുമ്പോൾ മകേഷ് എന്ന് പറയുന്ന ഒരു പേരുമായി ബന്ധപ്പെട്ട് കർത്താവ് മകേഷിനെ തുടർന്നതായി കർത്താവ് പറയുന്നു. പ്രാർത്ഥിക്കുക. എനിക്കറിയത്തില്ല മകേഷ് ആരാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ മകേഷിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ സമയത്ത് പേര് പരിശുദ്ധാത്മാവിൽ പറയുന്നു. പേരുമായിട്ട് ബന്ധമുള്ള വ്യക്തിയെ ദൈവാത്മാവ് തൊടുന്നതായി. അപ്പോൾ ആ ഉണർവിനകത്ത് പൗലോസ് ചെന്ന് കയറുവാൻ ഇടയായിട്ട് ആ ഉണർവിനകത്ത് ദൈവം പൗലോസിനെ കൊണ്ട് കയറ്റുവാനിടയായിട്ട് അവിടെയാണ് പൗലോസിന്റെ മേലുള്ള നിയോഗം പുറത്തു വരുവാനിടയായിട്ടുള്ളത്. നമ്മുടെ മേലുള്ള നിയോഗങ്ങൾ അങ്ങനെയൊക്കെയാണ് പുറത്തു വരുന്നത്. നമുക്കറിയത്തില്ല, ചില പ്രത്യേകമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ചില ഇടങ്ങളിൽ നമ്മൾ ചെന്ന് കയറുമ്പോഴാണ് ശൗൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനോട് ശൗമേൽ പ്രവാചകൻ പറയുവാനുണ്ട്. ശൗമേൽ പ്രവാചകന്റെ അടുക്കൽ പോയി ശൗമേൽ പ്രവാചകൻ ദൂത് പറഞ്ഞ ആലോചനകൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ ശൗമേൽ പ്രവാചകൻ കൃത്യമായിട്ട് ഇപ്രകാരം പറയുവാനിടയായിത്തീർന്നു, നീ കടന്നു പോകുന്ന സന്ദർഭത്തിൽ നീ പർവ്വത മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു പ്രവാചകഗണത്തെ കാണുവാനിടയായിത്തീരും. നീ അവരുമായിട്ട് ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന
എന്ന സന്ദർഭത്തിൽ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് ആളുമാറി അവരോടുകൂടെ പ്രവചിക്കുവാനിടയായി. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരികയും നീ ആളുമാറുകയും നീ പ്രവചിക്കുകയും ചെയ്യുവാനിടയായിത്തീരും. അപ്പോൾ അതെന്താണ്? ഒരു വലിയ ഒരു കൂട്ടം കടന്നു വരികയാണ്, ഒരു പ്രവാചക ഗണം കടന്നു വരികയാണ്. ഈ ദിനങ്ങളിൽ ചില ആത്മീയമായിരിക്കുന്ന കൂട്ടങ്ങളിലേക്ക് കർത്താവ് പറയുന്നു, ഒരു അഗ്നിഗോളം പോലെ, ഒരു തീഗോളം പോലെ ചില അഭിഷിക്തന്മാരെ ഒരു തീഗോളമാക്കി മാറ്റുവാൻ പോകുകയാണ്. തീഗോളമാക്കി മാറ്റിയിട്ട് ആ തീഗോളങ്ങൾ ഒരുമിച്ച് കൂടുവാൻ പോകുകയാണ്. അഭിഷിക്തന്മാരെ തീഗോളമാക്കി മാറ്റുവാൻ പോകുകയാണ്. കയ്യിലെ പെൺപഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങൾ ഇരമ്യാവിനോട് പറയുന്നത് പോലെ ദൈവം ചില തീഗോളങ്ങളെ ഒരുമിച്ച് കൂട്ടുവാൻ പോകുകയാണ്. അഗ്നിഗോളങ്ങളാക്കി ദൈവം തന്റെ ദാസന്മാരെ മാറ്റുവാൻ പോകുകയാണ്. ഞാൻ പോരാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും, ഞാൻ അവരെ എന്റെ പഴയ കുലകങ്ങളാക്കി മാറ്റും എന്ന് പറയുന്നത് പോലെ ചില പോരാട്ടുകൊറ്റന്മാരെ കരുത്തില്ല എന്ന് പറയുന്ന, ബലമില്ല എന്ന് പറയുന്ന ജനങ്ങളെ സന്ദർശിക്കുവാൻ പോകുകയാണ്. ഈ ദിനങ്ങളിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ചിലതിനെ കർത്താവ് ഒരു തീവ്രമായി എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. പ്രവാചകന്മാർ ഇരയാറിൽ നിന്നും വലിയ പ്രവാചകൻ എഴുന്നേറ്റ് വന്നതുപോലെ ആരും അറിയാത്ത മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ പ്രവാചകന്മാരെ തീക്കൊള്ളിനെ വലിച്ചു പുറത്താക്കാൻ ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്നും ഒരു നദി പുറപ്പെട്ടതുപോലെ ഈ ഇടത്തു നിന്നും ഒരു നദി പുറപ്പെടും. അത് കരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിട്ടതാറെ കടക്കുവാൻ കഴിയാത്ത ഒരാത്മാവിന്റെ നദി ഈ ചർച്ചിനകത്തു നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ രാജ്യത്തിന്റെ മേൽ വെച്ച വില്ലിനെ ഒടിക്കും. അമ്പയുവാൻ വേണ്ടി ഞാനിന്മേൽ അത് വലിച്ചു പിടിച്ചിട്ട് അമ്പയുവാൻ വേണ്ടി വില്ലിനകത്ത് ഞാനകത്ത് അമ്പ എയ്യുവാൻ വേണ്ടി തയ്യാറാവുമ്പോൾ പറയുന്നു ഞാനിന്റെ ദൈവം ഒടിക്കുകയാണ്. ഞാനിന്റെ ദൈവം ഒടിക്കുകയാണ്. ഞാനിന്റെ ദൈവം ഒടിക്കുകയാണ്. ോടെ
പരിശുദ്ധാത്മാവേ 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 പച്ചപ്പുഴവും തുള്ളലും വീട്ടിലും എല്ലാം തിന്നു ശേഷിപ്പിച്ച ഞാൻ പകരത്തിൽ റോമിലേക്കുള്ള റൂട്ടുമാപ്പിനകത്ത് ദൈവം കൊടുത്ത റൂട്ടുമാപ്പിനകത്ത് ഒരു മെലീത്ത ഉണ്ടായിരുന്നില്ല. ദൈവം പൗലോസിന് മെലീത്തെ കൊണ്ട് നിർത്തിയത് അത് ദൈവം മെലീത്തയിൽ ഇതുവരെ വ്യാപരിച്ച നീതി ദേവി എന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. പറയുന്നു അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എണ്ണവാസനെയും ശൗലിനെയും വിളിച്ച വേലയ്ക്ക് വേണ്ടി ഒരു വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് എനിക്കായി വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് അവരെ ആ ഓഫീസിലേക്ക് ദൈവം അവരെ കയറ്റി. സ്പിരിച്വൽ മണ്ഡലത്തിൽ ആത്മമണ്ഡലത്തിൽ പാസ്റ്ററിന്റെ ഓഫീസിലേക്ക് ദൈവാത്മാവ് കയറ്റുകയാണ്. ഓഫീസിലേക്ക് ദൈവം കയറ്റുകയാണ്. Glory to God. Amen. Glory to God. Praise God. Amen. ദൈവം വാതിലുകളെ Amen. വാതിലുകളെ ദൈവം തുറക്കുകയാണ്. Amen. 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 വാതിലാണ്. Amen. ബന്ധങ്ങളാണ് വാതിൽ എന്ന് പറയുന്നത്. ബന്ധങ്ങൾ വാതിലാണ്. പ്രിയപ്പെട്ട ഇന്ന് രാത്രി എന്തു പറയാം, നമുക്ക് ഏറ്റവും നല്ല ബന്ധങ്ങൾ തരാൻ വേണ്ടി ദൈവം. ആ ബന്ധങ്ങളാണ് ഏറ്റവും നല്ല വാതിൽ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം. നമ്മുടെ ഈ ദിവസത്തിൽ പരിശുദ്ധാത്മാവുമായി ആഴത്തിൽ നമ്മൾ യോനാഥാനും ദാവീദും തമ്മിൽ വലിയ ബന്ധമായി. ആ ബന്ധമാണ് മെഫീബോശത്തിന് വേണ്ടി തുറക്കപ്പെട്ട വാതിൽ. ദാവീദും ഹീരാം സോൾ രാജാവായിരുന്ന ഹീരാം തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ആ ബന്ധമാണ് ശലോമോന് ആലയം പണിയുവാനുള്ള ദേവദാനും മറ്റ് ചന്ദനത്തടിയും മറ്റ് പല കാര്യങ്ങളും എല്ലാം കൊടുക്കുവാനായിട്ട്, ആശാരിമാരെയും കൈപ്പിടിക്കാരെ എല്ലാം കൊടുക്കുവാനായിട്ട് ദൈവം സോൾ രാജാവായിരിക്കുന്ന ഹീരാമിനെയാണ് ദൈവം ഉപയോഗിച്ചത്. എന്താണെന്നറിയാമോ? ബന്ധത്തെ ദാവീദ് വളരെ പവിത്രമായി കാണുന്നു. ദാവീദും ഹീരാമും തമ്മിലുള്ള ബന്ധത്തെ മുറിച്ചു കളയാതെ വളരെ പരിശുദ്ധമായിട്ട് ആ ബന്ധത്തെ സൂക്ഷിക്കാൻ ദൈവം തന്നെ ബന്ധം പറയുകയാണ്. ഇതാ ഞാൻ നിന്നൊരു വാതിൽ അതാർക്കും അടച്ചു ആരും അടയ്ക്കാതെ ശുശ്രൂഷകളുടെ വാതിൽ തുറക്കും, അവസരങ്ങളുടെ വാതിലുകൾ തുറക്കും. വളർച്ച ആ അവസരമായിരുന്നു. അപ്പോൾ ഈ അന്ത്യോക്യയിലെ ചർച്ചിലേക്ക്
തനിക്ക് ലഭിച്ച അവസരമാണ് തന്റെ ശുശ്രൂഷയുടെ വളർച്ച എന്ന് പറയുന്നത്. അതിലൂടെയാണ് വളരുവാനിടയായത്. അത് നമ്മൾ ശൗമേലിനെ കുറിച്ച് പഠിക്കുമ്പോഴേക്കും ശൗമേൽ ദാൻ മുതൽ ബേർശേബ വരെ താൻ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. പക്ഷേ വചനം പറയുന്നു അവൻ എവിടെയൊക്കെ പോയാലും വൈകുന്നേരമാകുമ്പോൾ താൻ രാമയിൽ വരും. കാരണം രാമയാണ്, അവിടെയാണ് അവന്റെ വീട്. അവൻ വീട്ടിൽ നിന്നാണ് വളർന്നത്. കാരണം വീട്ടിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കരയുന്ന ഒരു ഹന്നയുണ്ടായിരുന്നു. ഈ ഉപവാസ കാലേബിന്റെ മകളായിരിക്കുന്ന അക്സർ തന്റെ പിതാവിനോട് പറയുന്നത് നീ തെക്കേ ദേശത്തേക്കാണ് തന്റെ ഭർത്താവിനെയും താൻ തന്റെ ഭർത്താവായിരുന്ന ഉഗ്നിയെയും താൻ പ്രോത്സാഹിക്കുക. അപ്പനോട് ചോദിക്കാൻ പറയാനിടയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം ദൈവത്തോട് ചോദിക്കുക. അപ്പനോട് ചോദിക്കുക, നീ എന്നെ അയച്ചിരിക്കുന്ന ദേശത്ത് എനിക്ക് ചില പുതിയ കൃപാവരങ്ങൾ വേണം, പുതിയൊരു അഭിഷേകം വേണം, ചില കൃപാവരങ്ങൾ എനിക്ക് വേണം. ഈടത്തേക്ക് അനേകർ കടന്നു വരുവാൻ ഈടത്ത് അനേകർ കടന്നു അനേക സ്ഥലങ്ങളിൽ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അനേക ഇടങ്ങൾക്കകത്ത് ജനം കടന്നു വരാൻ ആലോചനകൾ കേൾക്കുന്നു, ദൂത് കേൾക്കുന്നു. പാസ് അനേകർ കടന്നു വരാൻ ദൂതുവാഹിയായി പാസ് അനേക ദേശങ്ങൾ യാത്ര ചെയ്യുവാൻ ഭണ്ഡാരങ്ങളെ നിറയ്ക്കും. ശൂന്യമായിരിക്കുന്ന ഭണ്ഡാരങ്ങളെ നിറയ്ക്കാൻ ജോസഫിന്റെ ഭണ്ഡാരങ്ങളെ നിറച്ചു പരിശുദ്ധാത്മ പ്രവചിക്കും. ഞാൻ ഭണ്ഡാരങ്ങളെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ ചർച്ചിലേക്ക് കടന്നു വരാൻ സൈന്യം നിങ്ങളുടെ തലയ്ക്ക് പെരുപ്പുണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് മരണം വിതയ്ക്കാൻ വൈശാലിക കൊണ്ടവൻ നിരവധിയായി കുടുംബത്തിനകത്ത് ചിലതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി വൈശാലിക ജീവിതം വേണ്ട, ജീവിതം തീർത്തേക്കാമെന്ന് ചിന്തിക്കുന്ന നിലവാരത്തിൽ അങ്ങനെയുള്ള ചിന്തകളാകുന്ന കളകളെ വൈശാലിക മേഖലയ്ക്കാനിടയായി. എന്നാൽ ആ പിശാച് വിതച്ച കളകളെ വളരാൻ അനുവദിക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹോദരിക്ക് വേണ്ടി കൈവച്ചു ലോകത്തിന്റെ ശക്തി ഈ ശരീരത്തിൽ